മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 13 പോയിൻ്റ് അപ്പാണ്. 13 പോയിൻ്റ് അപ്പാണ്. ടൈം ഏകദേശം 7:42. ഓക്കെ, വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഇതിൽ വളരെ ചെറിയൊരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. രണ്ട് ഓസിലേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ബൈ, പക്ഷേ ഓസിലേറ്റേഴ്സിൽ ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വൈസ് ട്രെൻഡ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഡൗ അപ്പായി എന്നുള്ളതാണ്. ഡൗ അതുപോലെ നാസ്ഡാക്കൊക്കെ അപ്പായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത് മെയിനായിട്ട് ട്രേഡ് ഡീലുമായി US വീണ്ടും സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ന്യൂസ് വന്നതാണ് ഇത്രയേറെ ഡൗ ജോൺസും ഇതൊക്കെ അപ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം അപ് ട്രെൻഡിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനെതിരെ അത്ര മൂവ്മെൻറ്റ് കാലത്ത് കാണിച്ചിട്ടില്ല. FII ഡാറ്റ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. ഇന്നലെ അവർ സെല്ലിങ്ങിൽ വന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നോക്കാവുന്നത് ഈ ഒരു ന്യൂസിൽ FIIയുടെ ഒരു നെഗറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസിൽ പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സെല്ലിംഗ് ട്രെൻഡും വരാൻ സാധ്യത കൂടുതലാണ് ഈ മാർക്കറ്റിൽ. അടുത്തത് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് പതുക്കെ കയറി വരികയാണ്. ഒരു പ്രാവശ്യം ഡോളറിൻ്റെ 99.56 വന്നു. അതിനുശേഷം വീണ്ടും താഴ്ത്തേക്ക് പോയി. ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വീണ്ടും ഡോളർ ഇൻഡെക്സ് പതുക്കെ റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ട്. 99.26 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ക്രോസ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റുപ്പിയായിട്ട് നമുക്ക് ക്രോസ് വാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ ടെൻഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. കറൻസി അതുകൊണ്ട് തന്നെയാണ് കറൻസി ഒരു ക്ലോസ് വാച്ചിങ്ങിലാണ് പോകുന്നത്. 88.64 ജസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രശ്നം വരാവുന്ന ഒരു സാധ്യത. അപ്പോൾ കറൻസിയും വെച്ച് നോക്കുമ്പോൾ US ഡോളർ വീണ്ടും അപ്രിസിയേഷൻ ചെയ്യാൻ സാധ്യത വരികയാണെങ്കിൽ, കാരണം അവിടെ റേറ്റ് കട്ടിന് സാധ്യത കൂടുതലാണ്. അതുപോലെ അവിടുത്തെ 10 ഇയർ ബോണ്ട് ചെറുതായി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ വേരിയേഷൻ വളരെ പ്രധാനമാണ്. റുപ്പി വീണ്ടും താഴത്തേക്ക് പോകും എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈഡ് വേയിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത RBL ബാങ്കിനൊരു ഗുഡ് ന്യൂസാണ്. RBL ബാങ്കിൽ ഏകദേശം എമിറേറ്റ്സ് NBD അവർ സ്റ്റേക്ക് എടുക്കാൻ വരുന്ന കാര്യങ്ങൾ ആണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് RBLൻ്റെ ഷെയർ അപ് ട്രെൻഡ് ആവുന്നതിന് കാരണമാകാം. അപ്പോൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷെയർസ് ബൈ ചെയ്യാൻ ശ്രമിക്കാം. LGയുടെ ലിസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ LG IPOയുടെ ലിസ്റ്റിംഗ് ആണ്. കിട്ടാത്തവരെ സംബന്ധിച്ച് ട്രൈ ചെയ്യാവുന്നൊരു അവസരമായിരിക്കും. ഗോൾഡ് ട്രേഡ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. ചെറിയ പൈസയ്ക്ക് പോലും ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ MCXൽ ചെയ്യാവുന്നതാണ്. 1 ഗ്രാം ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മൂവ്മെൻ്റ് അറിയാമല്ലോ, റിസ്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഭയങ്കര റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്ന ഒരു സമയം, ഞാൻ ട്രേഡിങ് മാത്രമാണ്, ഇൻവെസ്റ്റിങ് ഞാനിവിടെ പറയുന്നില്ല, ട്രേഡിങ് മാത്രമാണ് ബെറ്റർ ഓപ്ഷനായിട്ട് പറഞ്ഞു. ഡെയിലി പൊസിഷൻ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 13 പോയിൻ്റ് അപ്പാണ്. ടൈം ഏകദേശം 7:42. ഓക്കെ, വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഇതിൽ വളരെ ചെറിയൊരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. രണ്ട് ഓസിലേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ബൈ, പക്ഷേ ഓസിലേറ്റേഴ്സിൽ ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. അപ്പം മാർക്കറ്റിൻ്റെ ഒരു സൈഡ് വൈസ് ട്രെൻഡ് ഇവിടെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് പ്രധാനപ്പെട്ട ഡൗ അപ്പായി എന്നുള്ളതാണ്. ഡൗ അതുപോലെ നാസ്ഡാക്കൊക്കെ അപ്പായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത് മെയിനായിട്ട് ട്രേഡ് ഡീലുമായി US വീണ്ടും സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ന്യൂസ് വന്നതാണ് ഇത്രയേറെ ഡൗ ജോൺസും ഇതൊക്കെ അപ് ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം അപ് ട്രെൻഡിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനെതിരെ അത്ര മൂവ്മെൻറ്റ് കാലത്ത് കാണിച്ചിട്ടില്ല. FII ഡാറ്റ നെഗറ്റീവായിട്ടാണ് പോകുന്നത്. ഇന്നലെ അവർ സെല്ലിങ്ങിൽ വന്നു. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ നോക്കാവുന്നത് ഈ ഒരു ന്യൂസിൽ FIIയുടെ ഒരു നെഗറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ശ്രദ്ധിക്കേണ്ടതാണ്. മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസിൽ പോകുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ സെല്ലിംഗ് ട്രെൻഡും വരാൻ സാധ്യത കൂടുതലാണ് ഈ മാർക്കറ്റിൽ.
അടുത്ത് ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് പതുക്കെ പതുക്കെ കയറി വരികയാണ്. ഒരു പ്രാവശ്യം ഡോളറിൻ്റെ 99.56 വന്നു. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് പോയി ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വീണ്ടും ഡോളർ ഇൻഡെക്സ് പതുക്കെ റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ട്. 99.26 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ക്രോസ് വാച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ റുപ്പിയായിട്ട് നമുക്ക് ക്രോസ് വാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ ടെൻഷൻ മാർക്കറ്റിൽ വരുന്നുണ്ട്. കറൻസി അതുകൊണ്ട് തന്നെയാണ് കറൻസി ഒരു ക്ലോസ് വാച്ചിങ്ങിലാണ് പോകുന്നത്. 88.64 ജസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രശ്നം വരാവുന്ന ഒരു സാധ്യത. അപ്പോൾ കറൻസിയും വെച്ച് നോക്കുമ്പോൾ US ഡോളർ വീണ്ടും അപ്രിസിയേഷൻ ചെയ്യാൻ സാധ്യത വരികയാണെങ്കിൽ, കാരണം അവിടെ റേറ്റ് കട്ടിന് സാധ്യത കൂടുതലാണ്. അതുപോലെ അവിടുത്തെ 10 ഇയർ ബോണ്ട് ചെറുതായി വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ പോസിറ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ വേരിയേഷൻ വളരെ പ്രധാനമാണ്. റുപ്പി വീണ്ടും താഴത്തേക്ക് പോകുമോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈഡ് വേയിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത RBL ബാങ്കിനൊരു ഗുഡ് ന്യൂസാണ്. RBL ബാങ്കിൽ ഏകദേശം എമിറേറ്റ്സ് NBD അവർ സ്റ്റേക്ക് എടുക്കാൻ വരുന്ന കാര്യങ്ങൾ ആണ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇത് RBLൻ്റെ ഷെയർ അപ് ട്രെൻഡ് ആവുന്നതിന് കാരണമാകാം. അപ്പോൾ ന്യൂസ് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷെയർസ് ബൈ ചെയ്യാൻ ശ്രമിക്കാം. LGയുടെ ലിസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ LG IPOയുടെ ലിസ്റ്റിംഗ് ആണ്. കിട്ടാത്തവരെ സംബന്ധിച്ച് ട്രൈ ചെയ്യാവുന്നൊരു അവസരമായിരിക്കും. ഗോൾഡ് ട്രേഡ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. ചെറിയ പൈസയ്ക്ക് പോലും ഗോൾഡ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ MCXൽ ചെയ്യാവുന്നതാണ്. 1 ഗ്രാം ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ മൂവ്മെൻ്റ് അറിയാമല്ലോ, റിസ്ക് മൂവ്മെൻ്റ് ഉണ്ട്. ഭയങ്കര റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും ട്രേഡ് ചെയ്യുന്ന ഒരു സമയം ഞാൻ ട്രേഡിങ് മാത്രമാണ്, ഇൻവെസ്റ്റിങ് ഞാനിവിടെ പറയുന്നില്ല, ട്രേഡിങ് മാത്രമാണ് ബെറ്റർ ഓപ്ഷനായിട്ട് പറഞ്ഞു. ഡെയിലി പൊസിഷൻ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്.